Narcos shirts and t-shirts from Narcos Fashions. അമാന ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സ്വർണ്ണാഭരണശാലയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഒരു അമാന എംബ്രൈസ് പദ്ധതി എന്ന പേരിൽ ഒരു പദ്ധതി മുനീർ പ്രഖ്യാപിച്ചത്. അത് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വഴി മുനീർ തന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. മുനീറിന് അതിനകത്ത് കൃത്യമായ പങ്കുണ്ട്. മുനീറാണ് ഇത് നേതൃത്വം കൊടുക്കുന്നത്. ദുബായിലാണ്. വിദേശത്ത് ജോലി അന്വേഷിച്ച് പോകുന്ന ആളുകൾക്ക് അവിടെ താമസ സൗകര്യം ഒരുക്കുന്നു എന്നാണ് അവരുടെ സങ്കല്പം, എന്നാണ് അവർ പ്രഖ്യാപിച്ചത്. അപ്പോൾ വിദേശത്ത് ജോലി അന്വേഷിച്ച് പോകുന്ന ധാരാളം തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ അവരെയെല്ലാം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പദ്ധതി അവരാരംഭിച്ചത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ നാട്ടിലെ അഭ്യസ്തവിദ്യരായ പാവപ്പെട്ട ചെറുപ്പക്കാരെ സ്വർണ്ണക്കടത്ത് മാഫിയ സംഘവുമായി കണ്ണുയർത്ത് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു റോളാണ് ലീഗിൻ്റെ സമുന്നതനായ നേതാവായിട്ടുള്ള MK മുനീർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം, UDF നേതൃത്വം മറുപടി പറയേണ്ടതുണ്ട്. ഗവൺമെൻറ്റും ഇത് സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. അയാൾ കേസിൽ പ്രതിയാണ്, ജയിലിൽ കിടന്ന ആളാണ്. നേരത്തെ 2017 തന്നെ അയാൾ അതുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടായിരുന്നു. കരിപ്പൂരിലാണ് ആദ്യ കേസ് എന്നാണ് തോന്നുന്നത്. ഏതായാലും നിരവധി കേസുകളിൽ പ്രതിയാണ്. അതിപ്പോൾ അൻവറിനോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. അൻവർ കുറേ ദിവസമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം പറയാം, അൻവറിൻ്റെ കൂടെ കണ്ണൂരിലെ ഒരു പ്രമുഖനല്ല, ഒരു CPMൻ്റെ അനുഭാവി പോലും ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഉറപ്പ് പറയാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് അൻവർ കണ്ണൂരിനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല, അൻവർ CPMനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. അൻവർ ഇപ്പോൾ അൻവറിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ നോക്കിയിട്ട് കേരളം മൊത്തം അയാളുടെ കൂടെയാണ് എന്ന് അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അൻവറിന് സ്ഥലം മാറിപ്പോയി. അതുകൊണ്ട് കണ്ണൂരിൽ നിന്നല്ല, കേരളത്തിൻ്റെ ഒരു സ്ഥലത്തു നിന്നും CPMൻ്റെയോ DYFIയുടെയോ ഒരു അനുഭാവിയെയും അദ്ദേഹത്തിൻ്റെ കൂടെ നിർത്താൻ വേണ്ടി കഴിയില്ല. ഇത് വെല്ലുവിളി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.